ഹായ് ഹലോ വെൽക്കം ടു കിച്ചൂസ് വേൾഡ്. അപ്പം നമ്മൾ ഇന്ന് തയ്യാറാക്കിയിരിക്കുന്നത് സിമ്പിളായിട്ടുള്ള ചിക്കൻ കറിയാണ്. എങ്ങനെയാണെന്ന് നോക്കിയാലോ. ആദ്യം തന്നെ 1 കിലോ ചിക്കൻ നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിരിക്കുന്നു. അതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 4 ടീസ്പൂൺ മുളക് പൊടിയും 2 വലിയ സ്പൂൺ മല്ലിപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചിക്കൻ മസാല 2 സ്പൂണും കുരുമുളക് പൊടി 3 ചെറിയ സ്പൂണും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. കൈകൊണ്ട് തന്നെ നന്നായി കുഴച്ചെടുക്കാം. ചേർത്തിരിക്കുന്ന മസാലകളെല്ലാം ചിക്കനിൽ പിടിക്കുവാൻ ഒരു 15 മിനിറ്റ് നമുക്കിത് മൂടി വയ്ക്കാം. നമുക്കിനി അടുത്തതായി ഇതിലേക്ക് സവാള 4 എണ്ണം അരിഞ്ഞത്, തക്കാളി 4 എണ്ണം മീഡിയം സൈസിലുള്ളത്, ഉരുളക്കിഴങ്ങ് 2 എണ്ണം എന്നിവ നമുക്ക് അരിഞ്ഞു മാറ്റി വെക്കാം. പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എന്നിവ പേസ്റ്റ് ആക്കിയതും സർവ്വസുഗന്ധിൻ്റെ ഇലയും മല്ലിയിലയും കറിവേപ്പിലയുമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അടുത്തതായി നമുക്ക് പാത്രം അടുപ്പിലേക്ക് വയ്ക്കാം. എന്നിട്ട് ചൂടായി വരുമ്പോൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് കുരുമുളക്, വലിയ ജീരകം, ചെറിയ ജീരകം, ഏലക്ക എന്നിവ ഇടാം. ഇവയെല്ലാം മൂത്ത് വരുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇടാം. സവാള ഇട്ടിട്ട് പെട്ടെന്ന് തന്നെ വഴറ്റിയെടുക്കാൻ നമുക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. എന്നാൽ പെട്ടെന്ന് തന്നെ വഴറ്റിയെടുക്കാൻ പറ്റും. അങ്ങനെ നമ്മുടെ സവാള വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നേരത്തെ അരച്ച് വെച്ച പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എന്നിവ ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കിയെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നേരത്തെ അരിഞ്ഞ് വെച്ച തക്കാളി കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇളക്കി നല്ല പാകമാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാല, കുരുമുളക് പൊടി എന്നിവ ചേർത്ത് കൊടുക്കാം. നേരത്തെ മസാല നന്നായി തേച്ചത് എടുക്കണം. ഇതിലേക്ക് അത്ര മസാല വഴറ്റുന്നുണ്ട്. കഴിഞ്ഞിട്ട് ഇത് നന്നാക്കി ഇളക്കിയെടുക്കാം. നന്നായി ഇളക്കിയെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി ഇട്ട് ചേർത്ത് നന്നായി ഇളക്കിയെടുക്കാം. നന്നായി പെട്ടെന്ന് തന്നെ ഇളക്കിയെടുക്കാൻ അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇച്ചിരി വെള്ളം ഒഴിച്ച് ചേർത്തിട്ട് പിന്നെയും നന്നായി ഇളക്കിയെടുക്കാം. അങ്ങനെ പിന്നെ നമ്മൾ ഇതിലേക്ക് നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന കറിവേപ്പിലയും സർവ്വസുഗന്ധി ഇലയും ഇട്ട് കൊടുക്കാം.
സർവ്വസുഗന്ധി ഇല ഇട്ട് കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ പട്ടയ്ക്കും പൂവിനും പകരമാണ്. സർവ്വസുഗന്ധി ഇല ഇടുന്നത് ഒരു പ്രത്യേക രുചിയും കൂടെ കിട്ടും. ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കും. ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നമുക്ക് അടച്ച് വെച്ച് വേവിക്കും. അപ്പം ചിക്കൻ പാകമായ ഇത് പാകമായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് മല്ലിയില ഇടുക. എന്നിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചിക്കൻ കറി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ ആ ബെൽ ബട്ടൺ കൂടെ അമർത്തിയേക്കണേ. ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസിൻ്റെ ഇനിയും. ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.